പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ 5 വയസ്സുള്ള കൊച്ചയ്യപ്പൻ ആന ചരിഞ്ഞു. രാവിലെ പാപ്പാനാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടത്. വെറ്ററിനറി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂ. കോന്നിയിൽ നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. കോന്നി ആനത്താവളത്തിലെ ഏവരുടെയും ആകർഷണമായിരുന്നു കൊച്ചയ്യപ്പൻ എന്ന കുട്ടിയാന. 1 വയസ്സുള്ളപ്പോഴാണ് കൊച്ചയ്യപ്പനെ കോന്നി ആനത്താവളത്തിലേക്ക് ലഭിക്കുന്നത്. ശബരിമല വനമേഖലയിൽ നിന്നുമാണ് ആനക്കൂട്ടം ഒറ്റപ്പെട്ട നിലയിൽ കൊച്ചയ്യപ്പനെ ആനക്കൂട്ടത്തിൽ നിന്നും ഈ കോന്നി വനപാലകർക്ക് ലഭിക്കുന്നതും കോന്നി ആനക്കൊട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഇന്നലെ മുതൽ ചില അസ്വസ്ഥതകൾ കൊച്ചയ്യപ്പൻ പ്രകടമാക്കിയിരുന്നു. ഇന്ന് രാവിലെ പാപ്പാനെത്തുമ്പോൾ ഈ കൊച്ചയ്യപ്പനെ ചെരിഞ്ഞ നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഏവരുടെയും പ്രിയപ്പെട്ട ഈ ആനക്കൂട്ടിലെ ഏറ്റവും ആകർഷണ കേന്ദ്രമായി മാറിയ ഒരു ആനയായിരുന്നു കൊച്ചയ്യപ്പൻ. വളരെ വേഗത്തിൽ തന്നെ എല്ലാവരുമായിട്ട് ഇണങ്ങുകയും ഒക്കെ ചെയ്ത് ഇവിടെ എത്തുന്ന സന്ദർശകരെയെല്ലാം ആകർഷിക്കുകയുമൊക്കെ ചെയ്ത കൊച്ചയ്യപ്പൻ ആനക്കൂടിൻ്റെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ആകർഷണ കേന്ദ്രമായി മാറുകയുമൊക്കെ ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ ചില വൈറസ് ബാധ മൂലമാണ് ഈ ആനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നീട് പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കുകയുമൊക്കെ ചെയ്തത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. കോന്നി DFO അടക്കമുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ ഡോക്ടർമാരും ഇവിടേക്ക് എത്തും. കുമ്മണ്ണൂരായിരിക്കും ഈ മൃതദേഹം എത്തിക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളുമൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ആനക്കൂട്ടിൽ തന്നെ കൊച്ചയ്യപ്പൻ്റെ മൃതദേഹം ഉണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ നിന്നും കുമ്മണ്ണൂരിലേക്ക് ഈ മൃതദേഹം മാറ്റുകയും അവിടെ മറ്റ് നടപടികൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ചില വൈറസ് പ്രശ്നങ്ങൾ കൊച്ചയ്യപ്പന് ഉണ്ടായിരുന്നുവെന്നും കൂട്ടത്തിൽ നിന്ന് തന്നെ കൊച്ചയ്യപ്പനെ ലഭിക്കുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ആനയെ പരിചരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും മറ്റ് വിദഗ്ധ ഡോക്ടർമാരും വനപാലകർക്കുമെല്ലാം നിലവിൽ ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ ഉള്ളത് തന്നെയാണ്. ഏറെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഈ കൊച്ചയ്യപ്പനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പരിചാരകർക്കെല്ലാം ഈ കൊച്ചയ്യപ്പനോട് ഉണ്ടായിരുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് ആ പരിചരണം നടത്തിയ പാപ്പാനുമൊക്കെ പോകുന്നത്. ഇന്ന് രാവിലെ എത്തുമ്പോഴാണ് ഇങ്ങനെ നിലയിൽ കണ്ടത്. ഇന്ന് രാവിലെ നമ്മൾ സാധാരണ എല്ലാവരും വന്ന് ആനകളെ പരിശോധിക്കും, തറിയിൽ വന്ന് കയറാറുണ്ട്. ഇത് കുട്ടിയായതുകൊണ്ട് നമ്മൾ ഉറക്കത്തിലാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടന്നാണ് ഉറങ്ങുന്നത്. ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് വീക്ഷിച്ചപ്പോഴാണ് തീറ്റി രണ്ടാമത് ഇട്ട് കൊടുക്കാൻ നേരത്തെയാണ് ആനയ്ക്ക് ചലനമില്ലാതുണ്ട് ഒരു അവസ്ഥ കണ്ട്. അന്നേരം തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും. DFO സഹിതം ഇവിടെ ഉണ്ട്, വന്ന് പരിശോധന നടത്തും. വൈറസ് ബാധ മൂലമാണെന്ന് പറയുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ആ പ്രശ്നം ഉണ്ടായിരുന്നു, എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ പ്രകടമാക്കുക? ഹെർപ്പിസ് വൈറസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലെന്നാണ് നിലവിലറിയുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഒരു അസ്വസ്ഥതയും ഒരു കാര്യവുമില്ല. ആനക്കൂട്ടത്തിൽ നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആനകളെയാണോ മാറ്റുന്നത്? ഏറ്റവും ഈ ആന ഗ്രൂപ്പിൽ നിന്ന് തടയുന്ന ഏറ്റവും മോശമായ കുട്ടികളെയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായുണ്ട്. പിന്നെ ദൈവകൃപയാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് മരുന്നുകളും ഒക്കെ ചെയ്ത് പരിചരിച്ചാണ് പിന്നെ വളർത്തി ഇത്രയാക്കിയത്. കൂടുതൽ നടപടികളിലേക്ക് കിടക്കുകയാണ്. ഇനി ആനക്കൂട്ടിൽ നിന്നും കൊച്ചയ്യപ്പനെ മാറ്റുകയും കുമ്മണ്ണൂരുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഇവിടേക്ക് എത്തി ഈ പരിശോധനകൾക്കെല്ലാം നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. വനപാലകരടക്കമുള്ള ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു. കോന്നി MLA അടക്കമുള്ള ജിനീഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി പരിശോധനകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ഏറെ ശ്രദ്ധയാകർഷിച്ച വാർത്താപ്രാധാന്യം നേടിയ ഒരു ആനയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെട്ടെന്നുള്ള അകാലത്തിലുള്ള ഒരു വിയോഗം ഏറെ ദുഃഖാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് വാർത്തയായിട്ട് മാറുകയും ആളുകൾക്കെല്ലാം ഇവിടെ എത്തിയ സന്ദർശകർക്കെല്ലാം അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമായി മാറുകയും ചെയ്യുന്നു. കോന്നി MLA ഇവിടെ കൊച്ചയ്യപ്പനെ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും ഇനി അടുത്ത നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുകയാണ്. അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളാണ്. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് ഇതിൻ്റെ പ്രധാന രോഗാവസ്ഥ എന്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 5 ആനകളാണ് ഈ കോന്നി ആനത്താവളത്തിൽ നിന്നും ചെരിഞ്ഞത്. ഇപ്പോൾ നിലവിൽ 4 ആനകളാണ് കോന്നി ആനത്താവളത്തിൽ ഉള്ളത്. കോന്നി ആനക്കൂട്ടിൽ നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.